ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തെക്കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിൽ വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് കേവലം ഒരു ആയുധം വിറ്റ കഥയല്ല, മറിച്ച് ലോക രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ വലിയൊരു അടയാളമാണ്. ചൈനയെ പോലൊരു വൻ ശക്തിയെ അവരുടെ തന്നെ അയൽപക്കത്ത് വെച്ച് ചെക്ക് വെക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. എന്താണ് ഈ ബ്രഹ്മോസ് ഇടപാടിന് പിന്നിലെ യാഥാർത്ഥ്യമെന്നും ഇതെങ്ങനെയാണ് ചൈനയെ ഭയപ്പെടുത്തുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ബ്രഹ്മോസ് മിസൈൽ എന്നാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഇതിന്റെ വേഗതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശബ്ദത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതായത് ശത്രുക്കൾക്കൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ ലക്ഷ്യം തകർക്കപ്പെടും. ഇനി ഇതിന്റെ മറ്റൊരു പ്രധാന കാര്യം ഇതിന്റെ സഞ്ചാര രീതിയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ കടൽ നിരപ്പിനോട് ചേർന്ന് പാറി പറക്കാൻ ഇതിന് കഴിയും. ലോകത്ത് നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തടയുക എന്നത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കരുത്തിനെയാണ് ഇന്ത്യ ഇപ്പോൾ ഫിലിപ്പീൻസിന് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് ഈ മിസൈൽ വാങ്ങിയത്? നമുക്കറിയാം, ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ തുടരുകയാണ്. ഫിലിപ്പീൻസിന്റെ കടൽ അതിർത്തിക്കുള്ളിൽ കയറി ചൈനീസ് കോസ്റ്റ് ഗാർഡ് അവരുടെ മത്സ്യത്തൊഴിലാളികളെയും കപ്പലുകളെയും നിരന്തരം ഉപദ്രവിക്കാറുണ്ട്. ചെറിയൊരു രാജ്യമായ ഫിലിപ്പീൻസിന് ചൈനയുടെ കൂറ്റൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ആവശ്യമായ കരുത്തുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഇന്ത്യയെ സമീപിക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് കൈവശം വരുന്നതോടെ ഫിലിപ്പീൻസിന് തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ കിലോമീറ്ററുകൾ അകലെയുള്ള ചൈനീസ് കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ സാധിക്കും. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഫിലിപ്പീൻസും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ബാലികഥൻ എന്ന വമ്പൻ സൈനിക അഭ്യാസത്തിൽ ബ്രഹ്മോസ് മിസൈലുകൾ പരീക്ഷിക്കപ്പെടുന്നു എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഇപ്പോൾ ചെയ്യുന്നത് സിമുലേഷൻ ഫയറിംഗ് ആണ്. അതായത് കോടിക്കണക്കിന് രൂപ വിലയുള്ള യഥാർത്ഥ മിസൈലുകൾ വെറുതെ വെടിവെച്ച് കളയാതെ കമ്പ്യൂട്ടറുകളുടെയും റഡാറുകളുടെയും സഹായത്തോടെ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ച് പരിശീലനം നൽകുന്നു. എങ്ങനെയാണ് ഒരു ലക്ഷ്യം കണ്ടെത്തേണ്ടത്, എത്ര സെക്കൻഡിനുള്ളിൽ മിസൈൽ ലോഞ്ച് ചെയ്യണം, ശത്രു കപ്പലുകൾ എവിടെയാണെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിലൊക്കെ ഫിലിപ്പീൻ സൈന്യം ഇപ്പോൾ അതിവിദഗ്ധ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. പണ്ട് നമ്മൾ റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ആയുധങ്ങൾ വാങ്ങാൻ ക്യൂ നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമായി മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ വിജയമാണിത്. ഏകദേശം $375 ബില്യൺ ഈ കരാറിലൂടെ ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ കയറ്റുമതി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നമ്മൾ നിർമ്മിക്കുന്ന മിസൈലുകൾ ലോകം അംഗീകരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ചൈനയെ പോലൊരു രാജ്യം വിയർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ അത്രത്തോളം കൃത്യമാണെന്നാണ്. ഈ നീക്കം ചൈനയെ ശരിക്കും അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇതുവരെ ദക്ഷിണ ചൈന കടലിൽ തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന അഹങ്കാരത്തിലായിരുന്നു അവർ. എന്നാൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഫിലിപ്പീൻസിന്റെ തീരങ്ങളിൽ വിന്യസിക്കപ്പെടുന്നതോടെ ചൈനയുടെ കപ്പലുകൾക്ക് പഴയതുപോലെ അവിടെ അഴിഞ്ഞാടാൻ കഴിയില്ല. ചെറിയ രാജ്യങ്ങളെ ആയുധം നൽകി ശാക്തീകരിക്കുന്നതിലൂടെ വലിയൊരു രാജ്യത്തിന്റെ ആധിപത്യം തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ ഒരു പുതിയ മുഖമാണ്. സമാധാനം ആഗ്രഹിക്കുന്ന എന്നാൽ ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ചടിക്കാൻ കരുത്തുള്ള പുതിയ ഭാരതം. ബ്രഹ്മോസ് മിസൈലുകളുടെ ഈ വിന്യാസം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറും. ഫിലിപ്പീൻ സൈന്യം ഈ ആയുധം കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ അത് ആ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. സ്വന്തം മണ്ണിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലൂടെ മറ്റൊരു രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യ എന്ന വെറുമൊരു രാജ്യമല്ല, മറിച്ച് ലോകത്തെ നയിക്കുന്ന അന്യായങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കരുത്തനായ നായകനാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ കരുത്തിൽ വിശ്വാസം അർപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നിങ്ങൾ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയെ വളയാൻ വേണ്ടി കടലിൽ ചൈന നടത്തുന്ന ഒരു നീക്കമാണിത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നത് നോക്കൂ. വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ ചൈനയുടെ അയൽരാജ്യങ്ങളുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്ത്യ ചൈനയെ അവരുടെ തന്നെ തട്ടകത്തിൽ പ്രതിരോധത്തിലാക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ മുറ്റത്തും വരുമെന്ന ശക്തമായ സന്ദേശമാണ്
ബ്രഹ്മോസ് വിന്യാസത്തിലൂടെ ഇന്ത്യ നൽകുന്നത്. ഫിലിപ്പീൻസിന് ഇന്ത്യ വെറും ഒരു മിസൈൽ വിൽക്കുകയല്ല ചെയ്തത്. ആ മിസൈൽ പ്രവർത്തിക്കാനുള്ള പരിശീലനം, അത് സൂക്ഷിക്കാനുള്ള സാങ്കേതിക വിദ്യ, അത് കേടുപാടുകൾ കൂടെ നിലനിർത്താനുള്ള സഹായം, ഇങ്ങനെ ഒരു പൂർണ്ണമായ സംവിധാനമാണ് ഇന്ത്യ കൈമാറുന്നത്. അതായത് വരും വർഷങ്ങളിൽ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള സൈനിക ബന്ധം അത്രമേൽ ദൃഢമാകും. ഇത് മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെയും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കും. ഇന്തോനേഷ്യയും വിയറ്റ്നാമും ഇതിനോടകം തന്നെ ബ്രഹ്മോസിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മുൻപ് ഇത്തരം വലിയ ആയുധ ഇടപാടുകൾ അമേരിക്കയോ റഷ്യയോ മാത്രമാണ് നടത്തിയിരുന്നത്. ഇന്ന് ഇന്ത്യ ആ നിലയിലേക്ക് ഉയർന്നു. റഷ്യയുമായി ചേർന്ന് നിർമ്മിച്ചതാണെങ്കിലും ഇതിന്റെ സോഫ്റ്റ്വെയറും മറ്റ് സാങ്കേതിക വിദ്യകളും ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ പോലും ഇന്ത്യയുടെ ഈ നേട്ടത്തെ ആദരവോടെയാണ് കാണുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചൈനയ്ക്ക് ചെക്ക് വെച്ച ഇന്ത്യ നടത്തുന്ന ഈ കളി വെറും ഒരു തുടക്കം മാത്രമാണ്. ബ്രഹ്മോസ് ഫിലിപ്പീൻസിന്റെ ആവനാഴിയിൽ എത്തുമ്പോൾ ആ രാജ്യത്തിന് നൽകുന്നത് വലിയൊരു സുരക്ഷാ കവചമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ആഗോളതലത്തിൽ നമ്മുടെ ആയുധങ്ങൾക്കുള്ള അംഗീകാരമാവും. ഇനി വരുന്ന കാലം ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിൻ്റെതാണ്. കടലിലും കരയിലും ആകാശത്തും ഭാരതം അതിന്റെ വിജയഗാഥ തുടരുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്? 2014 മുമ്പുള്ള ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? നമ്മൾ ഓരോരുത്തരും അറിയേണ്ട, എന്നാൽ പലപ്പോഴും തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വലിയ സത്യങ്ങളുണ്ട്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിലും കരുത്തിലും വന്ന ആ മാറ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പണ്ട് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഒരു സാധാരണ രാജ്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലും എന്ത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കാൻ ഇന്ത്യയുടെ നിലപാട് ഏതാണെന്ന് ലോകം കാതോർക്കുന്നുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധമായാലും മറ്റ് സംഘർഷങ്ങളായാലും സമാധാനത്തിന്റെ വഴി കാണിക്കാൻ ഭാരതം മുന്നിലുണ്ട്. പണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ലഭിച്ചിരുന്ന പരിഗണനയല്ല ഇന്നൊരു ഇന്ത്യക്കാരന് ലഭിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ റോഡുകളുടെയും ട്രെയിനുകളുടെയും കാര്യം എടുത്തു നോക്കൂ. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ നമ്മുടെ യാത്രയുടെ വേഗതയും സൗകര്യവും മാറ്റിമറിച്ചു. ദിവസേന കിലോമീറ്ററുകളോളം പുതിയ ദേശീയപാതകൾ നിർമ്മിക്കപ്പെടുകയാണ്. ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവന്റെ വീട്ടിൽ പോലും വൈദ്യുതിയും പാചകവാതകവും ശുദ്ധജലവും എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ്. ബ്രഹ്മോസ് മിസൈലുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് ഇന്ത്യ വളർന്നു. പണ്ട് ആയുധങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ നോക്കി നിന്നിരുന്ന നമ്മൾ ഇന്ന് ആയുധങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. അതിർത്തിയിൽ ശത്രുക്കൾ എന്തെങ്കിലും അനാവശ്യ നീക്കം നടത്തിയാൽ അവിടെ കയറി അടിക്കാനുള്ള ആർജവം ഇന്ന് ഇന്ത്യക്കുണ്ട്. ചൈനയെ പോലൊരു വൻ ശക്തിയെ അവരുടെ അതിർത്തിയിൽ തന്നെ തടഞ്ഞു നിർത്താൻ ഇന്ന് ഭാരതത്തിന് ഭയമില്ല. സൈന്യത്തിന് ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. ഇന്ത്യ ഇന്ന് ഒരു നിശബ്ദ രാജ്യമല്ല. അത് ലോകത്തെ നയിക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വൻ ശക്തിയാണ്. പാവപ്പെട്ടവരുടെ ക്ഷേമ പദ്ധതികളും രാജ്യത്തിന് സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങളും ഉറപ്പാക്കുന്ന ഒരു പുതിയ ഭാരതം നമ്മുടെ കൺമുന്നിൽ വളരുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നമ്മൾ കണ്ട ഈ മാറ്റങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.